പ്രജിൻ, അപ്പോൾ പ്രജിൻ പാട്ടൊക്കെ എങ്ങനെ പോകുന്നു? പാട്ട് കുഴപ്പമില്ലാതെ പോകുന്നു സ്കേ. SP ബാലസുബ്രഹ്മണ്യത്തിന് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അദ്ദേഹം ഐസ്ക്രീം ഒക്കെ കഴിക്കുമായിരുന്നു പറഞ്ഞത്. പ്രജിൻ എങ്ങനെ ക്ലാസിക്കലായിട്ട് അദ്ദേഹം പഠിച്ചിട്ടില്ല എന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രജിനെ കൊണ്ട് നമ്മളൊരു പാട്ട് പാടിപ്പിക്കണം. അതിന് മുമ്പ് നമുക്ക് ഇത്തിരി കേക്കോ അങ്ങനെ എന്തെങ്കിലും സാധനം സമ്മാനമായിട്ട് തന്നാലോ? വേണോ വേണ്ടയോ? സർപ്രൈസ് കഴിക്കാമല്ലോ, കിട്ടിയാൽ കഴിക്കുമല്ലോ. ചിലപ്പോൾ വലിയൊരു ശത്രുവായിരിക്കും ഈ കേക്ക് ഉണ്ടാക്കിയത്. അതിനാൽ എന്താണ് അതിൻ്റെ ചേരുവകളൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പോൾ മലനടിച്ചൂടെ വീണെന്ന് വരാം ആ കേക്ക് കഴിച്ചിട്ട്. പക്ഷെ കേക്ക് കഴിക്കാനുള്ള കരുത്തുണ്ടോ? കേക്ക് കഴിക്കാം. ഒരു ജന്മശത്രു ആവാൻ സാധ്യതയുള്ള ഒരാൾ കേക്കുമായിട്ട് വരുന്നുണ്ട്. പ്ലീസ് കം. ഹായ്, വരൂ 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 വരൂ. ഹായ് മോൻ, ഹായ് മോൻ. ആ മോൻ, മൈക്കും കൂടെ വന്നേ. മോൻ്റെ പേരെന്താ? ആ മോൻ ആരാ? അതായത് പ്രജിൻസി കണ്ണന്റെ മകനാണ് മോൻ. മോനെ സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് ജോസഫ്. കേക്ക് ആരാ ഇത് ഉണ്ടാക്കിയത്? പറയല്ലേ, ഞാൻ ഇപ്പൊ വിളിക്കാം. കേക്ക് ഉണ്ടാക്കിയ ആള് വരട്ടെ. അതിൽ ഒന്ന് കൈയടിച്ചു കൊടുക്കും, ഒന്ന് കൈയടിച്ചു കൊടുക്കും, ഒന്ന് കൈയടിച്ചു കൊടുക്കും. വരൂ വരൂ. ഹായ് ഹായ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാനൊന്ന് ചോദിക്കാൻ വരുമ്പോൾ കൈ കയറി പിടിക്കുന്നു. അത് ഓക്കെ ഓക്കെ. അപ്പോൾ പേര്? ഗ്രീഷ്മ. ഗ്രീഷ്മ. ഈ മനുഷ്യനോടുള്ള ബന്ധം? പ്രജിനെ ഒന്ന് ഞെട്ടിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ വളരെ സൂത്രത്തിൽ. പ്രജിനെ അറിഞ്ഞായിരുന്നോ ഭാര്യ ഇങ്ങോട്ട് വരുന്നുള്ള കാര്യം? ഇങ്ങോട്ട് വരുന്നത് അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങോട്ട് പോകുന്ന അറിഞ്ഞു? പ്രതീക്ഷിച്ചത്, അതായത് ഒരു ലുലുമാളി പോകുന്നു പറഞ്ഞു. വീട്ടിലോട്ട് എങ്ങാനും വരും എന്ന് കഴിഞ്ഞ. വീട് എവിടെയാ? എൻ്റെ വീട് കണ്ണൂരാണ്. കണ്ണൂരാണ്. കണ്ണൂർ. നിങ്ങൾ രണ്ടുപേരും കണ്ണൂരുകാരാണോ? നിങ്ങൾ എവിടെ വെച്ച് കണ്ടുമുട്ടി? കണ്ണൂര് തന്നെ. കണ്ണൂര്. പ്രജിൻ ഞെട്ടി തകർന്നിരിക്കുക ഞാൻ എന്തൊക്കെ ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ പ്രജിന്, മോനെ അച്ഛന് കേക്ക് കൊടുക്കട്ടെ. അപ്പോൾ പ്രജിൻ ഇത് അല്ലേ? താങ്ക് യു സ്കേൻ. കുട്ടന് വേണ്ടേ? ധർമ്മപത്നിക്ക് എന്തെങ്കിലും ടെൻഷൻ ആവില്ലേ? ഓക്കെ. അപ്പോൾ വിജയകുമാർ കൊതിക്കണ്ട. വിജയന് വായി വെള്ളം ഊറിയെന്നുള്ളത് എനിക്ക് എടുത്തോളാം. ഞാൻ പിടിച്ചോളാം മോനെ കേട്ടോ, ഞാൻ പിടിച്ചോളാം മോനെ. ഞങ്ങളൊക്കെ വിജയം പിടിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വിജയന ഉത്തമൻ. ഞങ്ങളൊക്കെ കേക്ക് വാങ്ങാറുണ്ട്. അറിയില്ല, എനിക്കൊന്ന് ഒരു പ്രശസ്ത ബേക്കറാണ് താങ്കൾ. എല്ലാവർക്കും എനിക്കറിയാം. ഈ രംഗത്ത് കുറെ കാലമായിട്ട് പരിചയമുണ്ടോ? 5 years-ആയി. 5 years-ആയി. ഇത് എവിടുന്ന് പഠിച്ചു ഈ പരിപാടി? ഞാനൊരു ക്ലാസ്സിന് പോയിട്ട് പഠിച്ചതായിരുന്നു. വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്തോ ഇത്? അത്യാവശ്യം ചെയ്യാറുണ്ട്. ഭയങ്കര കസ്റ്റമൈസ്ഡ് ആയിട്ട് എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സൂപ്പറാണ്. പ്രജിൻ ഇതുവരെ എനിക്ക് പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ അത്യാവശ്യം കേക്ക് കഴിക്കുന്നവരാണോ? ഞാൻ തന്നിട്ടുണ്ട്. ഉണ്ടല്ലേ? അയ്യോ, ഞാൻ മറന്നുപോയി, സോറി കേട്ടോ. അപ്പോൾ പക്ഷേ താങ്കളുടെ വൈദഗ്ധ്യത്തെക്കുറിച്ച് ഇവരൊക്കെ ഇടനാഴി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം ഇവർ ഒരു നന്ദിയുള്ളവരാ, തിന്നു കഴിഞ്ഞാൽ അവർ ഓർമ്മിക്കും കേട്ടോ. ഇവർ അങ്ങനെയുള്ളവർ. ഒരു കാര്യം ചെയ്യാം, ടേസ്റ്റി അല്ലേ? ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്, അതിൽ ഏത് പറഞ്ഞാലും ഉണ്ടാക്കി തരും. ഓക്കെ, അപ്പൊ ഞാനൊരു ലിസ്റ്റ്. പൈസ തരേണ്ടി വരുമോ? അല്ല, പൈസ ഇല്ല, കാശ് വാങ്ങിക്കണം. പ്രജിന് ഭയങ്കര മടിയാണ് പൈസ ചോദിക്കാനൊക്കെ. അങ്ങനെ പ്രജിൻ നമ്മളോട് പറയില്ല, പക്ഷെ നമ്മൾ അങ്ങോട്ട് നിർബന്ധിച്ചാണ് പ്രജിൻ. മോൻ പനിയുണ്ടോ? കൂട്ടാ ഉണ്ടോ? ഇല്ലല്ലോ. ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ടോ എന്ന് സംശയം? ഇല്ലല്ലോ മോനെ. ഓക്കെ. അപ്പോൾ പ്രജിൻ, നമുക്ക് വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണിത്. പ്രത്യേകിച്ച് ധർമ്മപത്നി വന്നു, മകൻ വന്നു, മകൻ കേക്കുമായിട്ട് വന്നു. അപ്പോൾ നമുക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടി രണ്ടുപേരും മൂളിയാലോ? ഭാര്യയുടെ സാന്നിധ്യത്തിൽ പാടാൻ രണ്ടുപേരും കൂടെ ആണെങ്കിലോ? രണ്ടുപേരും കൂടെ പാടുവോ? പാടുവിടും. അല്ല, മകൻ പാടുവോ? മകൻ ഡാൻസറാണ്. ഡാൻസറാണ്. അയ്യോ, ഡാൻസറാണോ? ഒന്ന് കളിച്ച്. പാട്ട് വേണോ മോനെ? ഒരു മ്യൂസിക് കിട്ടി എന്നാൽ കളിക്കുവോ? മ്യൂസിക് കിട്ടി എന്നാൽ ഡാൻസ് കളിക്കുവോ? ഏത് മ്യൂസിക്, ഏത് പാട്ടാ വേണ്ടേ? ഫോണിലുണ്ടോ? ടിജോ, പ്ലേ മ്യൂസിക് ഏതെങ്കിലും അല്ലേ? ഏതാ വേണ്ടേ? ഒരെണ്ണം ഇട്ട് തരും. മോനെ കളിച്ചോ, തകർത്തം കളിച്ചോ. ഇനി ഒന്നും നോക്കണ്ട, അച്ഛനെ നോക്കണ്ട കേട്ടോ. അപ്പോൾ പ്രജിൻ, അപ്പോൾ ഇവർക്കിടെ സന്തോഷത്തിൽ ഒരു പല്ലവിയും ചരണവും പാടാം. പിന്നെ വേണ്ടതിൻ്റെ പിന്നാലെ അനുപല്ലവിയുടെ ആയിക്കോട്ടെ. ഓക്കെ, റെഡി അല്ലേ വിജയ? ഓക്കെ അല്ലേ? വിജയന്റെ താളം ഉണ്ടാവുമോ? കൊണ്ടുവന്നില്ലല്ലോ. വരണ്ടേ വിജയ? ഇനി എന്നാ കൊണ്ടുവരും? അടുത്ത പ്രാവശ്യം. ഓ, ദേവദൂതൻ എന്ന പടത്തിലൊരു പാട്ട് പാടാം. നിങ്ങൾ
പാടുന്ന പാട്ടാണോ അത്? വീട്ടിൽ നിന്ന് പാടാറുണ്ടോ ഞാൻ? ആ ഓക്കെ, താങ്ക് യു പ്രജിൻ സി കണ്ണൻ. അപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക, അപ്പോൾ ഏറ്റവും മാർക്കറ്റുള്ള സാധനമാണ് ഇപ്പോൾ കുക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നല്ലൊരു കേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്ക്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മിൽക്ക് കേക്കാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. ആ മിൽക്ക് കേക്കാണോ എളുപ്പം? അതെ. അപ്പോൾ എന്തൊക്കെയാണ് ചേരുവകൾ? റെസിപ്പി റെസിപ്പി ഫ്ലാഷ് ചെയ്യാൻ പറ്റില്ല. ഇല്ലല്ലേ? അത് അല്ല, ഇത് ഒരു വ്യാപാര അടിസ്ഥാനത്തിൽ തുടങ്ങിക്കൂടെ ഇത്? ഇപ്പം ഞങ്ങളിവിടെ ചർച്ച കൊണ്ടിരുന്ന കാര്യം എന്താ അറിയോ? ഈ തലതൊട്ടപ്പനായ ആഷ്മിക്ക് ഉൾപ്പെടെ ജോലി പോകുന്ന കാര്യമാണ് നമ്മൾ ചർച്ച കൊണ്ടിരുന്നത്. AI ഒക്കെ വരികയാണ്, പകരം ആൾക്കാർ വരും എന്നൊക്കെ വരും. എനിക്കുൾപ്പെടെ പണി പോകാൻ തൊഴിലാഹിത്യത്തിന് സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ പ്രജിൻസി കണ്ണൻ വഴിയാതരാവാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മുടെ കേക്ക് കച്ചവടം പൊടി പിടിക്കണം. അങ്ങനെ വന്നാൽ ഉള്ള ഒരവസ്ഥയാണ് നമ്മൾ പറഞ്ഞത്. പ്രജിൻസി കണ്ണൻ ഈ സാങ്കേതികവിദ്യ നമ്മളെ തകർത്തുകളയെന്നാണ് തോന്നുന്നത്. അങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? അത് പ്രശ്നമാണ്. പാട്ടുപാടി ജീവിക്കാൻ പറ്റും. പാട്ടുപാടാൻ ഇപ്പൊ AI ഉണ്ട്. പക്ഷേ പാട്ടുപാടുകയാണെ മറ്റേ പാട്ട് പാടണം. അധ്യാപകനല്ലേ? അധ്യാപകനാണ്. അല്ല, അതും പോയിന്ന് വെച്ചു. AI അതിനകത്ത് ഇറങ്ങുമല്ലോ. പിന്നെ പാട്ട് പാടിയ മറ്റേ പാട്ടുണ്ടോ, നയാ പൈസ ഇല്ല കയ്യിൽ, അത് പാടി കഴിഞ്ഞാൽ അതിന് എന്റെ വോയിസിൽ പാട്ടിറക്കാം, എന്റെ വോയിസിൽ പാട്ടിറക്കാം, ജെയിംസ് സാറിന്റെ വോയിസിൽ പാട്ടിറക്കാം. AI വന്നു കഴിഞ്ഞു. ആര് കേൾക്കും ഇതൊക്കെ? ദാസേട്ടന്റെ ശബ്ദത്തില് ഈ പാട്ടൊക്കെ ആര് കേൾക്കാനാ? ആർക്ക് വേണം പാട്ടെന്നുള്ള ഒരു പ്രശ്നം വരും. അപ്പോൾ ഏത് കേക്കാണ് പ്രിഫർ ചെയ്യുന്നത്? മിൽക്ക് അതാണ് പെട്ടെന്ന് ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റുന്നത് മിൽക്ക് കേക്കാണ്. നിങ്ങളെങ്ങനെയാ വീട്ടിലൊക്കെ ഉള്ളവരൊക്കെ ഇതിൽ പ്രാഗൽഭ്യമുള്ളവരാണോ? രണ്ട് കണ്ണൂർക്കാരായോണ്ട് ചോദിച്ചാ ഞാൻ. ഓക്കെ, ഗ്രീഷ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ഗ്രീഷ്മ വളരെ സന്തോഷം വന്നല്ലോ മോനെ. താങ്ക് യു മോനെ കേട്ടോ. ഓക്കെ, നമുക്ക് മോനൊരു കാര്യം ചെയ്യും. ഇനിയിപ്പോൾ മോൻ ആ ക്യാമറ ഉണ്ടല്ലോ, മോനെ നോക്കിയിരിക്കുകയാണ്. മൈക്കെന്ന് മോനാണ് ഇടവേള പറയുന്നത്. ഇനി ഒരു ഇടവേള അത് പറഞ്ഞു, മോൻ പറഞ്ഞു. ആ ക്യാമറ ഒക്കെ പറഞ്ഞു മിക്കവാറും പ്രജിൻസി കണ്ണൻ്റെ അപ്പനാവും കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണം, നീ ഉഗ്രൻ അവതാരകനാകാൻ പോവാ. ഓവർ ടു ബ്രേക്ക്.